നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ്, +1 ഫിസിക്സിൻ്റെ പരീക്ഷ വലിയ കുഴപ്പമില്ലാതെന്ന് നമ്മൾ വിചാരിക്കും. +2 വളരെ ഈസിയാണ് പഠിക്കുന്നത് പോലെ. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സും നല്ല ക്ലാസ്സുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് സബ്ജക്റ്റും +2 പഠിക്കും. +2 എല്ലാം ഇച്ചിരി ടഫാണ്. കാരണം മാത്സ് ആണെങ്കിലും ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഉണ്ട്. കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി നല്ല പോലെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ പെരുമഴയാണ്. സിമ്പിൾ ക്ലാസ്, നല്ല നോട്ട്സ്. ഫിസിക്സ് ആണെങ്കിലും ടഫ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും +1ൻ്റെ ഒരു കണ്ടിന്യൂഷനും ഇല്ല, +2ൻ്റെ ചാപ്റ്റേഴ്സാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് ടോപ്പിക്ക് എന്നല്ല, ഒരു ടോപ്പിക്ക് എത്ര സിമ്പിളായിട്ട് പഠിപ്പിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ കമൻ്റ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ നിങ്ങൾക്ക് ചേരാം. അന്നേരം വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ഫിസിക്സിൻ്റെ ടോപ്പിക്ക് പഠിക്കാം. അതായത് നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്തെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്തെ കൂളംസ് ലോയാണ്. കൂളംസ് ലോ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. കൂളംസ് ലോ അല്ലെങ്കിൽ മറ്റൊരു പേര് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിനകത്ത് ആദ്യം ഒരു ഫിഗർ ഉണ്ട് ഇവിടെ, Q1 Q2. Q എന്ന് പറയുന്നത് ചാർജാണ് കേട്ടോ. രണ്ട് ചാർജ് എടുക്കുമ്പോഴാണ് Q1 Q2. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കും നമ്മൾ, കാരണം ഇതിനെ പറയുന്ന ഒരു പോയിന്റ് ചാർജസ് എന്നാണ്. പോയിന്റ് ചാർജസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിന്റ് ഇടുന്ന പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉള്ളൂ, ഇങ്ങനെ നമ്മൾ പോയിന്റ് ഇടത്തില്ലല്ലോ. അതായത് അതിൻ്റെ അർത്ഥം മാസ് കുറവുള്ള ചാർജ്ഡ് ബോഡീസിനെ പറയുന്ന പേരാണ് പോയിന്റ് ചാർജസ്. അതായത് നമ്മൾ കൂളംസ് ലോയ്ക്കകത്ത് എന്ത് ചാർജസ് മാത്രമേ പറ്റൂ, പോയിന്റ് ചാർജസ് മാത്രമേ പറ്റൂ. അന്നേരം രണ്ട് പോയിന്റ് ചാർജസ്, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R. അന്നേരം ലോ ആയതുകൊണ്ട് ലോ വ്യക്തവും ശക്തവുമായി പഠിക്കണം. അത് നമുക്ക് നോക്കാം. ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ്, അതായത് Q1 Q2, is directly proportional to the product of their charges and inversely proportional to the square of the distance between them. എവിടെയോ നമ്മൾ കേട്ടതുപോലെ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ ഇതുപോലെയൊക്കെ സിമിലർ ആണ് അല്ലേ. അന്നേരം ഒന്നുകൂടെ നമ്മളങ്ങ് പഠിച്ച് തകർക്കാം. ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഡെറിവേഷൻ ഉൾപ്പെടെ പഠിപ്പിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ തുടങ്ങുന്നത് ഫോഴ്സ്, ഡിനോട്ട് ലെറ്റർ F, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ്. Q1 Q2 ആണെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ Q1 Q2 ആൻഡ് ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ 1/. ഡിസ്റ്റൻസ് R ആണെങ്കിൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് R². അതായത് F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 × 1/R². അത് കഴിഞ്ഞ് ഇത് ഒരുമിച്ച് അങ്ങ് എഴുതി, F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2/R². പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. അതായത് F ഈസ് ഈക്വൽ ടു K × Q1 Q2/R². അതിനകത്ത് K എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇത് വായിക്കുന്നത് പലരും 1/4πe എന്നല്ല, 1/4πε. എപ്സിലോൺ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം, ഇതൊക്കെ എന്തുവെന്ന് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ആ പേര് മാത്രം കൊടുത്തിരിക്കുക, 1/4πε, വേർ എപ്സിലോൺ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. അങ്ങനെയാണെങ്കിൽ ഈ കെയ്ക്ക് പകരം എനിക്ക് ഈ 1/4πε കൊടുക്കാമല്ലോ. F ഈസ് ഈക്വൽ ടു 1/4πε Q1 Q2/R². ഇക്വേഷൻ നമ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ ഇക്വേഷൻ തന്നെ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ, വാക്യത്തിൽ സ്പെല്ലിംഗ് VACWM ആണ്. ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്യത്തിലാണെങ്കിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. F ഈസ് ഈക്വൽ 1/4πε0, എപ്സിലോൺ വരെ ε0 Q1 Q2/R². ഇക്വേഷൻ നമ്പർ 2. ആ ε0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യം. എപ്സിലോൺ എന്തുവായിരുന്നു? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ε0യോ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യം. ഇനി ε0 ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ക്യാപിറ്റൽ G സ്മോൾ g ഒക്കെ പറയുന്ന പോലെ ഒരു വാല്യൂ ഉണ്ട്. വാല്യൂ നമ്മൾ കാണാൻ അറിഞ്ഞിരിക്കണം. 8.85 × 10⁻12 നിർബന്ധമാണ്. ε0യുടെ വാല്യൂ 8.85 × 10⁻12. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയില്ലേ 1/4πε0. നിങ്ങൾ നോക്കി, 1/4 × പൈക്ക് വരും 3.14 × ε0ക്ക് വരെ 8.85 × 10⁻12 കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. 1/4πε0ക്ക് പകരം 9 × 10⁻9 കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ എവിടെ 1/4πε0 ഉണ്ടോ അവിടെ എന്ത് കൊടുത്താൽ മതി? പ്രോബ്ലത്തിലൊക്കെ ഓർത്തോണം 9 × 10⁻9 കൊടുത്താൽ മതി. നിങ്ങൾ കാൽക്കുലേറ്ററിൽ മാഷ് പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം F ഈസ് ഈക്വൽ ടു മുമ്പത്തെ ഇക്വേഷൻ 1/4πε0ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 9 × 10⁻9 Q1 Q2/R². ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നമ്പർ 3.
ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ ഇക്വേഷനോട്ട് കയറുകയാണ്. എപ്സിലോൺ ഈസിക്കൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ. എപ്സിലോൺ ഞാൻ എന്തോന്ന് പറഞ്ഞു? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. എപ്സിലോൺ 0 അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യൂം. എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കേട്ടിരിക്കണം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അന്നേരം ഈ എപ്സിലോൺ ഉള്ളിടത്ത് നമുക്ക് എന്തോ കൊടുക്കാം? എപ്സിലോൺ 0 എപ്സിലോൺ ആർ. എവിടെ എപ്സിലോൺ ഉള്ളത്? അതിനാണ് നമ്മൾ ഇക്വേഷൻ ഇട്ട് പഠിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 1 നോക്കിയിട്ട് എഫ് ഈസിക്കൽ 1/4π എപ്സിലോൺ. ഈ എപ്സിലോൺ ഉള്ളിടത്ത് നമുക്ക് എന്ത് കൊടുക്കണം? എപ്സിലോൺ 0 എപ്സിലോൺ ആർ. അന്നേരം നമുക്ക് എങ്ങനെ എടുക്കാം ഇക്വേഷൻ? എഫ് ഈസിക്കൽ 1/4π എപ്സിലോൺ 0 എപ്സിലോൺ ആർ Q1 Q2/r². അതിനകത്തെ 1/4π എപ്സിലോൺ 0 എന്തുവാന്നായിരുന്നു മാഷ് പറഞ്ഞത്? നാണ്ടേ 9 × 10⁻⁹. അങ്ങനെയാണെങ്കിൽ എഫ് ഈസിക്കൽ ടു 9 × 10⁻⁹ ബൈ എപ്സിലോൺ ആർ ഇവിടെ കിടപ്പുണ്ട്. 1/4π എപ്സിലോൺ 0 ആയ 9 × 10⁻⁹ ബൈ എപ്സിലോൺ ആർ Q1 Q2/r². ഇത് ഫൈനൽ ഇക്വേഷൻ. സിമ്പിൾ. അന്നേരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കുളംസ് ലോ, സ്റ്റേറ്റ് കുളംസ് എന്ന് ചോദിച്ചാൽ കുളംസ് ലോ മാത്രം എഴുതുക. വേണമെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ വരെ എഴുതാം, ആദ്യത്തെ 2 ഇക്വേഷൻ വരെ എഴുതാം, 2 മാർക്കാണെങ്കിൽ. സ്റ്റേറ്റ് ആൻഡ് ഡിറൈവ് കുളംസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ മുതൽ കുളംസ് ലോ മുതൽ ഈ സ്റ്റെപ്പ് വരെ എഴുതണം. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ വരെ എഴുതണം. ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് ഞാൻ പഠിപ്പിച്ച് തരും. അന്നേരം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമൻസ് ഷെയർ ചെയ്യാൻ മടിക്കരുത്, കമൻസ് ഇടാൻ മടിക്കരുത്. ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചേരാം. എല്ലാ സബ്ജക്റ്റും ഇതുപോലെ കിടുക്കാനായിട്ട് പഠിപ്പിക്കും, ചെറിയ ഫീസിൽ അടിപൊളിയായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻട്രൻസ് സുഖമായിട്ട് പഠിക്കും. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.